അല്ല, ഞങ്ങളത് സംബന്ധിച്ച് എല്ലാ ഘട്ടത്തിലും ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ തയ്യാറാണല്ലോ. ആരുടെയെങ്കിലും സ്റ്റേറ്റ്മെൻറ്റോ ആരുടെയെങ്കിലും പെരുമാറ്റമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിലപാടുകളോ വ്യക്തിപരമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. അത് പാർട്ടി എന്ന രീതിയിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുമ്പോട്ടേക്ക് പോകും. സർവ്വതല സ്പർശിയായ മേഖലയിൽ ആവശ്യമുള്ള തിരുത്തൽ പാർട്ടി നടത്തും. തെറ്റായ ഒരു പ്രവണതക്കും പാർട്ടി കൂട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിക്കില്ല. അത് നേതാക്കളുടെ കാര്യത്തിലായാലും സാധാരണ സഖാക്കളുടെ കാര്യത്തിലായാലും എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒന്നാണ്. അല്ല, അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അല്ലല്ല, എന്താ അറിയോ, അത് കേരളത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഈ ഞങ്ങളുടെ എല്ലാ നാട്ടിൽ തീയാക്കടെ ഈഴവ. അവരാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും നട്ടെല്ലായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയ ധ്രുവീകരണത്തിലേക്കുള്ള നീക്കമാണ് ആരംഭിച്ചത്. അത് ശക്തിയായിട്ട് അതിനെ എതിർത്തുകൊണ്ട് തന്നെ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയാൽ അതിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമത്തെ നമുക്ക് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. അവരെപ്പറ്റി മാത്രമല്ല, മറ്റ് വിവിധ സംഘടനകളുണ്ടല്ലോ. ചെറിയ ചെറിയ സംഘടനകൾ നിരവധിയുണ്ട്. ജാതി സംഘടനകളെ പറ്റി ഞാൻ പറഞ്ഞു. അത് അന്നേരം പറയാം. മുൻഗണനാക്രമം ഞങ്ങൾ ചർച്ച ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അടുത്ത മാസമാകുമ്പോൾ വളരെ വേഗം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ. അത് നമുക്ക് ഈ സാമൂഹിക ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ മാറ്റങ്ങളെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് പോകണം. ഓരോന്നിനെ സംബന്ധിച്ച് ഇടപെടണം. അത് ഇടപെടുമെന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എങ്ങനെ? അത് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ. അവിടെ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ നേരെ ഇടപെട്ട വലിയ രീതിയിലുള്ള ഭരണ ഭയപ്പെടുത്തലുണ്ട്. തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്കിത് മനസ്സിലാവുന്നത് പല മേഖലയിലുമായിട്ട്. ഞങ്ങളിപ്പോഴും തിരുത്തലിന് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ തിരുത്തലിന് വിധേയപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുന്നവർക്കെല്ലാം ഞങ്ങളുമായിട്ട് മുമ്പോട്ടേക്ക് പോകാം. അതിൽ യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. SNDP അതിൻ്റെ രൂപീകരണ കാലഘട്ടം മുതൽ ചൂണ്ടിക്കാണിച്ച മതനിരപേക്ഷ ഉള്ളടക്കമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയതയിലേക്ക് നീങ്ങാനുള്ള ചില ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളെ ഫലപ്രദമായിട്ട് കണ്ടുകൊണ്ടുപോകണം നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് പറഞ്ഞത്. അല്ല, പെട്ടെന്നൊരു പരിവർത്തനമൊന്നും ഉണ്ടായില്ല. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ കുറേ കൊല്ലമായിട്ട് ഇങ്ങനെ തുടർന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പതിറ്റാണ്ടുകളായിട്ട് BDJS-ഉമായിട്ട് ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ മകൻ, ഇപ്പോഴാണെങ്കിൽ അവരുടെ ഭാര്യ, ഇവരെല്ലാം മെല്ലെ മെല്ലെ RSS വൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും, എല്ലാ മേഖലയും ഒരുപോലെയല്ല, കേരളത്തിലുടനീളം ഒരുപോലെയല്ല, വിവിധ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതാത് മേഖലയിൽ വളരെ ഫലപ്രദമായി ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകണം തന്നെയാണ് കാണുന്നത്. അല്ല, അതൊക്കെ ഗവൺമെൻറ് പരിശോധിക്കേണ്ടതാണല്ലോ. അത് ആ രീതിയിലാണ് അതൊക്കെ കൈകാര്യം ചെയ്യുക. അല്ല, അവരുടെ നേതൃത്വത്തിലുള്ള തെറ്റിദ്ധാരണയല്ല, ജനങ്ങളുടെ തെറ്റിദ്ധാരണയാണല്ലോ മാറ്റേണ്ടത്. അവർക്കെല്ലാം ധാരണയുണ്ട്. തെറ്റിദ്ധാരണ ഈ സാധാരണ ജനങ്ങൾക്കാണ്. അവരുടെ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ. ഞാൻ പറഞ്ഞതിൽ അതൊന്നും ഉൾക്കൊള്ളുന്നില്ലല്ലോ. ഇപ്പോഴും 33.35% വോട്ട് 3.5% വോട്ട് CPM-ന് കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിലുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. എല്ലാം തിരിച്ചു പോയിരിക്കുകയാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. പാർട്ടിക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന വളരെയേറെ ശ്രദ്ധേയമായ ഒരു തലമാണ് കേരളത്തിലുള്ളത്. ഇപ്പോൾ കോൺഗ്രസും BJP എല്ലാം പറയും ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള സീറ്റ് മുൻകൈ കിട്ടിയിട്ടുണ്ടെന്നാണ്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിൽ 123 സീറ്റിൽ മുൻകൈ ഉണ്ടായിരുന്നു.
ഇപ്പോൾ 111 സീറ്റിലേ ഉള്ളൂ. അന്ന് BJPക്ക് ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അവർക്ക് 11 സീറ്റുണ്ട്. അവർ ഇതിനു മുമ്പ് കേന്ദ്രത്തിലും ജയിച്ചിട്ടുണ്ട്. കേന്ദ്ര പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മൂവാറ്റുപുഴ ജയിച്ചിട്ടുണ്ട്. NDA സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നേമത്ത് ജയിച്ചിട്ടുണ്ട്. അതെല്ലാം അക്കൗണ്ട് കൂട്ടിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇനിയും മുമ്പോട്ടേക്ക് വന്നാൽ ഒരു സംശയവും CPM-നില്ല. ഈ 111 സീറ്റ് 123 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം അവരുടെ കയ്യിലുള്ളപ്പോഴാണ്, അല്ലെങ്കിൽ അവർക്ക് മുൻകൈയുള്ളപ്പോഴാണ് 99 സീറ്റിൽ ഞങ്ങൾ ജയിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചത്. അതേപോലെ ഇത് കേന്ദ്ര രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരിക. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഇക്വേഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പാർലമെൻറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ വരുന്നത്. അത് നല്ല ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചാൽ അതിൻ്റെ എല്ലാം അടിത്തറ വിപുലപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരാൻ കഴിയും, തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും CPM-ന്. അത് അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. അതിൽ ഞങ്ങൾ കാണുന്നത് സംഘപരിവാർ അജണ്ടയിലേക്ക് നീങ്ങാൻ ഇടയുള്ള അല്ലെങ്കിൽ നീങ്ങി വരുന്ന SNDP-യുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ശരിയായ SNDP രാഷ്ട്രീയം തന്നെ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് വരണം. അത് മതനിരപേക്ഷമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മതിയാണ്. അല്ല, അത് നിങ്ങൾ കാണേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗം ഒഴിവാക്കണ്ട, അതിലെല്ലാം കൂടി ചേർത്തിട്ട് നോക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം കൂടി എടുത്ത് നിങ്ങൾ ഏതാ മാത്രം മനോരമയോ എന്നാൽ പിന്നെ ഉറപ്പില്ലേ വരാൻ പോകുന്നു ഇതായിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെ പറയാം. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ദേശീയ രാഷ്ട്രീയം, അതായത് ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്. ആ പരിമിതിയാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ എന്ന കൂട്ടുകെട്ടിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് കോൺഗ്രസ്സാണ്. ഞങ്ങൾ നിർത്തിയ സീറ്റിൻ്റെ തന്നെ എണ്ണം കുറവാണല്ലോ. അപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെൻറ് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ച മുദ്രാവാക്യം BJP-യെ താഴെ ഇറക്കുക എന്നുള്ള മുദ്രാവാക്യം ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കുക നിങ്ങളെക്കാളും കൂടുതൽ കോൺഗ്രസ്സിനാണല്ലോ എന്ന ചിന്തയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വേറെ വ്യാഖ്യാനമൊന്നും വേണ്ട കേട്ടോ. അതിൽ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞല്ലേ. മുഖ്യമന്ത്രി എന്ത് ശൈലിയാണ് മാറ്റണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ, നിങ്ങളിപ്പോൾ കുറേ കൊല്ലായാലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് തന്നെയല്ലേ ഞങ്ങൾ 99 സീറ്റ് കിട്ടി രണ്ടാം ഗവൺമെൻറ് വന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെൻറ് രണ്ടാമത്തെ ഭരണത്തിൽ വരുന്നത്. അന്നും പിണറായി തന്നെയായിരുന്നല്ലോ. നിങ്ങളിപ്പോൾ കുറച്ച് ആൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. അതിനൊന്നും CPI വഴങ്ങുന്ന പ്രശ്നമില്ല. വെറുതെ ആവശ്യമില്ലാതെ രീതിയിൽ അമ്മാതിരി ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ. ഇതേ ഒരു ശൈലി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നയാ? അപ്പോൾ നാളത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട ഹെഡിങ് അതായിരിക്കും ഇതേ ശൈലി തുടരും എന്ന് MP ഗോവിന്ദൻ. അത് പറയാൻ വേണ്ടിയിട്ടാണോ? എന്നാൽ അങ്ങനെ ആക്കിയാൽ മതി. പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണം വരുത്തി മുൻഗണന തീരുമാനിച്ച് ഞങ്ങളുടെ ഭാവി പരിപാടികൾ പൂർണ്ണമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ട് കൈകാര്യം ചെയ്യും. അത് നിങ്ങളെന്നെ വാർത്ത കൊടുത്തല്ലോ. അതായത് മന്ത്രിയെയൊക്കെ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി. ഗവൺമെന്റ് അല്ല, ഞങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വവുമായി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണല്ലോ. അതിൽ പാർട്ടി CPI പ്രധാനപ്പെട്ട ഘടകമാണ്. അത് സംബന്ധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ മുഖ്യമന്ത്രി തന്നെ പറയുകയാണ്. കാരണം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ